പിന്നെ ബഹിരാകാശ യാത്ര വരെ നടത്തുന്ന സ്ഥിരം യാത്ര നടത്തുന്ന സ്ത്രീകളുണ്ട്. അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലും രാഷ്ട്രത്തിൻ്റെ തലവന്മാരായി ഇരിക്കുന്നത് ഈ സ്ത്രീകളാണ്. അതുമാത്രമല്ല നമുക്കറിയാം പാകിസ്ഥാനിലെ മലാല യൂസഫ്സായി അവർ ഇപ്പോൾ താങ്കൾ പറഞ്ഞു സ്ത്രീകളുടെ ഇതിനെക്കുറിച്ച്. പക്ഷേ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ ചെയ്യുന്നു എന്ന് പറയുന്ന സ്ത്രീകൾ വരുന്നു പല കാര്യം തന്നെയാണ്. പക്ഷേ പുരുഷന്മാരുടെ പ്രാധാന്യം ഒരു കുടുംബം നയിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു പുരുഷനാണല്ലോ. ആ പുരുഷന്റെ മഹത്വം അത് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. പുരുഷനാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായും മറ്റും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പുരുഷൻ നടത്തുന്ന വലിയ ഒരു ജീവിത സമരം തന്നെയാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നെടുന്തൂണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പുരുഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഇപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും സ്ത്രീക്കും പുരുഷനും അതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ട്. അതൊന്നും മറച്ചുവെച്ചിട്ടില്ല. സ്ത്രീക്കൊപ്പം പുരുഷൻ വേണം അല്ലെങ്കിൽ പിന്നെ തുല്യത വേണം എന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും തുല്യത ആവശ്യം. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ അതിന് ചില വിട്ടുവീഴ്ചകൾ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറഞ്ഞേ സാറ് പറഞ്ഞതിൽ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം സ്ത്രീകളെ ആണ് ഇന്ന് പിന്നെ എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയാണെന്ന് പറയാറുണ്ട്. അതുമാത്രമല്ല ഇന്ന് പുരുഷന്മാരിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമായി ഞങ്ങൾ സ്ത്രീകൾ മാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഈ സ്ത്രീകളെ ഉന്നതിയിലെത്തുന്നതിന് വളരെ വിഘാതമായി നിൽക്കുന്നു എന്നത് ഇന്നത്തെ ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്ത് നിലവിലുള്ളത്. പുരുഷന്മാരാണ് സ്ത്രീകളുടെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സമെന്നാണ് സ്ത്രീ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്കളുടെ വാദം തികച്ചും തെറ്റാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കലും ഒരു സ്ത്രീ ഉന്നതിയിൽ എത്തുന്നതിന് തടസ്സം നിൽക്കുന്ന നിങ്ങളുടെ ഈ കാഴ്ചപ്പാട് അമ്പെ മാറ്റേണ്ടതാണ്. ഒരിക്കലും അത് ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിച്ചതല്ലെന്നാണ് സ്ത്രീ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും സാറ് ഈ തരത്തിലുള്ള ചിന്താഗതി കൊണ്ട് മുന്നോട്ട് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നു, സ്ത്രീകളുടെ നിലനിൽപ്പ് തന്നെ പുരുഷനാണ്. പുരുഷനെങ്കിൽ സ്ത്രീ എന്ന സമൂഹത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല എന്നതാണ്. കാരണം പുരുഷൻ ഒരു കുടുംബത്തിലായാലും മറ്റ് ഏത് മേഖലയിലായാലും പുരുഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തികളിലും. പക്ഷേ പുരുഷനെ പലപ്പോഴും നമ്മൾ ഇന്ന് ഈ തുല്യതയുടെ പേരും പറഞ്ഞുകൊണ്ട് പുരുഷനെ അവഹേളിക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുരുഷന്റെ എല്ലാ കഴിവുകളും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന നന്മകളും തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്താണ് പുരുഷനെ സംബന്ധിച്ചോളം പുരുഷൻ ഇപ്പൊ നമ്മളൊരു എപ്പോഴും അമ്മയാണ് ശരിയാണ്. പക്ഷെ അച്ഛന്റെ റോളിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കുട്ടികളെ ബോധവൻ അല്ല. കാരണം എപ്പോഴും അമ്മയെ കുറിച്ച് മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. നിങ്ങള് പിന്നെ ഇതൊരു ഡിബേറ്റ് ആയിരുന്നു. രണ്ട് പുരുഷനും സ്ത്രീക്കും ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഫൈസൽ സാർ വന്ന ഈ ഡിബേറ്റിൽ വളരെ രസകരമായിട്ട് ഞങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞു. ഞാനൊരു സ്ത്രീപക്ഷവാദിയായും സാറൊരു പുരുഷ മേധാവിത്വത്തിൻ്റെ വക്താവായിട്ടാണ് ഞങ്ങൾ ഈ ഡിബേറ്റിൽ പങ്കെടുത്തത്. എനിക്ക് എൻ്റെ വാദങ്ങൾ പൂർണ്ണമായും നിരത്താൻ കഴിഞ്ഞു, സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ഡിബേറ്റുകൾ ഇത്തരം പ്രസംഗ പരിശീലനത്തിൽ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങളുടെ സംസാരശേഷിയും ആളുകളെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചാനലുകളും യൂട്യൂബ് ചാനലുകളൊക്കെ വ്യാപനത്തോടു കൂടി നമുക്ക് പുറത്തിറങ്ങിയാൽ പോലും പല ചാനലുകളും മൈക്കുമായി നമ്മുടെ അടുത്ത് വരുന്ന ഒരു സാഹചര്യമാണല്ലോ. ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം ഡിബേറ്റുകൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
വളരെ നന്ദി ഫൈസൽ സാറ്. ബ്രൈറ്റ് ആക്കാം. ഈ ഡിബേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ എനിക്ക് വേണ്ടതുപോലെ പിന്നെ എൻ്റെ വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സംശയമാണ്. കാരണം ഞാൻ എപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുകൊണ്ട് എനിക്ക് കിട്ടിയ വിഷയം, അല്ലെങ്കിൽ ഞാൻ ഒരു പുരുഷനെ ഇത് ചെയ്തുകൊണ്ട് പ്രസംഗിക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ എപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിലായാലും മറ്റു സമൂഹത്തിലായാലും ഒക്കെ അതിനുവേണ്ടി പ്രത്യേകം പരിഗണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പുരുഷന്റെ ഭാഗം ബാധിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള വിഷയമായിരുന്നു. എങ്കിലും മോശമായിട്ട് എനിക്ക് പറയാൻ സാധിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്.